ക്ലാസ്സിൽ പോകുമ്പോ ഇതാണ് കുഞ്ഞിനോട് പറയുവാണ് എന്താ ചോറ് ഇന്നത്തെ മോനോട് പറയാൻ നോമ്പാ ടീച്ചറെ. നീ നോമ്പ് പിടിച്ചിട്ട് എന്താ കാര്യം? നിന്റെയൊക്കെ സ്വഭാവം ആദ്യം നന്നാക്കുക, അല്ലാതെ നീ ഒന്ന് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സലീഹ ഷാജഹാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ മക്കള് പഠിച്ച സ്കൂളിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവമാണ്. ആ സ്കൂളിലെ പഠിപ്പീര് മോശമാണ്, പിന്നെ മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, അവിടുത്തെ ടീച്ചേഴ്സ് പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളോട് പോലും വേർകൃത്യം കാണിക്കാൻ തുടങ്ങി. നമ്മൾ സ്കൂൾ മാറുന്നു എന്ന ഘട്ടം വന്നപ്പോൾ പൊടി കുഞ്ഞുങ്ങളോട്, മോനക്കുട്ടൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊടി കുഞ്ഞാണ്, അവനോട് വരെ വേർകൃത്യം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് സഹിക്കുവോ? കാരണം പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നതും കുറച്ച് സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുമുണ്ട്. ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് അനങ്ങാതെ എന്റെ മക്കളുടെ ഭാവി ഓർത്ത് ടിസിയും പേടിച്ച് വേറെ ഏതെങ്കിലും സ്കൂളിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അവരെ അതിനെ ഒരു ഭയക്കുന്ന എന്നെ വല്ലാത്തൊരു. ഇവർ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. ഇവർ ആ സ്കൂളിൽ നിന്ന് മാറുമ്പോഴത്തേനും ആ സ്കൂളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അതായത് പൈസ ഇല്ലാഞ്ഞിട്ട് മാറിയതല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ആ സ്കൂളിന്റെ പഠിപ്പിന്റെ പ്രശ്നമാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയ ആ സ്കൂളിലെ അധ്യാപകര് ആ കുട്ടികളോട് വരെ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. എന്റെ ഈ നാട് കാരിയറ എന്ന് പറയുന്ന എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര്, ഞാൻ വീഡിയോസ് ഒക്കെ ഇടും, പൊന്നൂസിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പല ആൾക്കാരും വിചാരം കുഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട്, കുഞ്ഞ് മോനുകൂടെ നല്ല പഠിക്കുന്നുണ്ട്, അപ്പൊ സ്കൂളിന്റെ ഗുണമാണെന്ന് കരുതിയിട്ട് എന്റെ നാട്ടിൽ നിന്ന് തന്നെ എത്രയോ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എന്റെ വാട്സപ്പിൽ തന്നെ എത്രയോ പേര്. ഇവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മക്കൾക്ക് നല്ല മാർക്കുണ്ട്, കൂടാതെ ഡാൻസ് ഒക്കെ നല്ലപോലെ കളിക്കും. അതൊന്നും ആ സ്കൂളിന്റെ ക്വാളിറ്റി അല്ലെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവർ പറയുന്ന പ്രധാന ഒരു കാര്യമുണ്ട്. അതായത് നാളെ എക്സാം ആണെങ്കിൽ തലേന്ന് തന്നെ ഈ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ എല്ലാം കൊടുത്തിട്ട് ഈ കുട്ടികളെ തത്തേനെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കും. പിറ്റേന്ന് വരുന്ന എക്സാമിന് ഇവർ തലേദിവസം കൊടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പിള്ളേർ ഫുള്ള് മാർക്ക് മേടിക്കും. ഇവർ ഈ പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം കേരളത്തിലെ മിക്ക CBSE സ്കൂളുകളിലും ഇത് തന്നെയാണ് നടത്തിപ്പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ മുൻപുള്ള ദിവസങ്ങളിൽ കൊടുക്കും, എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും. അതായത് മെയിൻ നോട്ട്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പരീക്ഷയ്ക്ക് 1-2 ദിവസം മുമ്പ് ബുക്ക് എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നു. അവരെഴുതി കൊടുക്കുന്ന 90-95% പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന ബാച്ചാണ്, റെമഡിയൽ ക്ലാസ് എന്ന ബാച്ച്. കുട്ടികളൊന്നും സ്വന്തം സ്കിൽ ഉപയോഗിക്കാതെ ഇവരെഴുതി കൊടുക്കുന്നതെല്ലാം കാണാപ്പാടം പഠിച്ചിട്ട് അതുപോലെ കൊണ്ടുപോയി പേപ്പറിൽ പകർത്തുന്നു. അവർക്കൊരു സ്കില്ലും അതിലൂടെ ഉണ്ടാവുന്നില്ല. ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഇതിനെക്കാട്ടും നല്ല ക്ലാരിറ്റി ആയിട്ടാണ്. സത്യം പറയുവാണെങ്കിൽ ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ നല്ലപോലെ ഇംഗ്ലീഷ് പറയും എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. എല്ലാ കുട്ടികളുടെയും കാര്യം ഞാൻ പറയുന്നില്ല. 100 പിള്ളേരുണ്ടെങ്കിൽ അതിൽ 5-6 പിള്ളേരൊക്കെ നല്ല സ്കില്ലുള്ള പിള്ളേരായിരിക്കും. അതായത് നല്ലപോലെ പഠിക്കാൻ കഴിവുള്ളത്, നല്ലപോലെ ഓർമ്മശക്തി ഉള്ളത്. അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഏത് സ്കൂളിൽ പഠിച്ചാലും എന്തും നല്ലപോലെ പഠിച്ചെടുക്കും. ബാക്കി ഭൂരിഭാഗം പിള്ളേരും താഴോട്ട് തന്നെയാണ് പോകുന്നത്. എത്രയോ പേരൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ? മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നു എന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളെ തത്തേനെ പഠിപ്പിക്കുന്ന പോലെ കാണാപ്പാടം പഠിപ്പിക്കുന്നു. കുട്ടികൾ അത് തന്നെ പരീക്ഷയ്ക്ക് പോയി എഴുതി വെക്കുന്നു. കുട്ടികൾ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടല്ല എഴുതുന്നത്. അവര് കാണാപ്പാടം പഠിപ്പിച്ചിട്ട് കുട്ടികളെ പേപ്പറിൽ എഴുതിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കവിതയൊക്കെ 1 മാസം പഠിച്ചുകൊണ്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. 2 മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ കുഞ്ഞുങ്ങളെ പാടിപ്പിച്ച് നോക്കുന്നു. ആ സമയം ഈ സ്റ്റേജിൽ കയറി 10-15 മിനിറ്റ് മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ ആ സ്കൂളിന് വേണ്ടപ്പെട്ട ആളുകളെ മാത്രമേ അതിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ. എന്ത് സ്കില്ലുണ്ടെങ്കിലും മറ്റുള്ള കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കത്തില്ല. അവരെയൊക്കെ റിഹേഴ്സലിന് വിളിച്ചിട്ട് ഓരോ പാട്ടൊക്കെ പാടിപ്പിക്കും, എന്നിട്ട് പറഞ്ഞു വിടുകയാണെന്നാണ് പറയുന്നത്. ആ സ്കൂളില് സ്കില്ലിനല്ല പ്രാധാന്യം, പണത്തിനും പോപ്പുലാരിറ്റിക്കുമാണെന്നാണ് പറയുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ആ സ്കൂളിൽ ആർക്കെങ്കിലും ജില്ലാ തലത്തിലോ സബ് ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ഒക്കെ എന്തെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? അതായത് ഇവർ പറയുന്നത് ഒരു ടാലന്റും ഇല്ലാത്ത പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് അവർ പ്രോഗ്രാമിലൊക്കെ പങ്കെടുപ്പിക്കുന്നെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. സത്യം പറയുവാണെങ്കിൽ സ്കൂളുകാരൊന്നും ഇവർക്കെതിരെ പ്രതികരിച്ചിട്ടില്ല. കാരണം ഇവര് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. കാരണം ക്ലിയർ ആയിട്ട് ഇതിന്റെ ഒരു പിക്ചർ കിട്ടണമെങ്കിൽ അവർ പറയുന്നതും കൂടെ കേൾക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ പല കുട്ടികളുടെയും ഭാവി പോകുന്ന കാര്യങ്ങളാണ്. ഇവര് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നേ. ഹലോ ഹലോ സ്വന്തം ആളോടി നീ എന്താ കള്ളി ശരി വെച്ച യൂട്യൂബിലൊക്കെ ഈ അപവാദങ്ങളൊക്കെ ഇടുന്ന ഒരു മര്യാദയുണ്ട്. ആൾക്കാർക്ക് ക്ഷമിക്കുന്ന മര്യാദ. നീ യൂട്യൂബിലൊക്കെ ആയിരിക്കും.
ഞാൻ അതിനകത്ത് എനിക്ക് പേടിയില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അയാൾ പറഞ്ഞത് നിന്നെ നിന്റെ ഭർത്താവിനെയും വെട്ടിക്കൊന്നു കളയുന്നോ എന്തോ ആണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോടി. എന്നിട്ട് ലാസ്റ്റ് ഒരു ചീത്തയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഭീഷണി ഒന്നും എന്റെ അടുത്ത് ഏക്കത്തില്ല. കാരണം ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെ സത്യം ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഭീഷണിയും എനിക്ക് ഒന്നും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ പുള്ളിക്കാരന്റെ നമ്പറും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വന്തം നമ്പറിൽ നിന്നാണ് വിളിച്ചത്. പിന്നെ പുള്ളിക്കാരന്റെ ഫോട്ടോയും ഉണ്ട്. പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണ് വിളിച്ചത്. കാരണം അണ്ണൻ പുള്ളിക്കാരന്റെ നമ്പർ സേവ് ചെയ്തപ്പോൾ വാട്സ്ആപ്പ് പ്രൊഫൈലിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആളുകൾ വിളിച്ച് ഇവരോട് സംസാരിക്കുന്നത്. സത്യമായിട്ട് സ്കൂളിന്റെ അറിവോടുകൂടിയാണോ എന്ന് എനിക്കറിയത്തില്ല. അറിവോടുകൂടിയാണെങ്കിൽ വളരെ മോശമാണ്. എന്തൊക്കെയായാലും അവർ സ്ത്രീയാണെന്ന് ഓർക്കായിരുന്നു. പിന്നെ അവിടുത്തെ ടെക്സ്റ്റിന്റെ പൈസ ഇവർ പറയുന്നുണ്ട് 12,000 8,000 രൂപയൊക്കെ ആവുന്നു. CBSE സിലബസിന് SCRT ടെസ്റ്റ് അല്ലേ കൊടുക്കുന്നത്? അത്രയും വിലയില്ലല്ലോ അതിന്റെ പകുതിയുടെ പകുതി വിലയില്ലല്ലോ. ഇവർ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കേണ്ട കേസാണ്. എന്റെ ഹസ്ബൻഡ് ഷാജഹാൻ പുള്ളിക്കാരൻ 7ാം ക്ലാസ്സിലും സെക്രട്ടറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെങ്കൊച്ച് 6ൽ പഠിക്കുമ്പോൾ അവർ തമ്മിൽ പരസ്പരം പ്രേമമായി കഴിഞ്ഞിട്ട് ഇവരൊരു 8ാം ക്ലാസ് വരെ ലൈൻ അടിക്കുന്നു. ഈ പുള്ളിക്കാരിക്ക് പ്രേമമൊന്നും പറയാൻ ഒക്കത്തില്ല, ഒരു ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അന്ന് ഈ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരനോട് അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുന്നതും പല. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് എക്സ് ലവറിനോട് ദേഷ്യം തോന്നാം, പക്ഷെ എന്നോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞ് ഈ ചേച്ചി ഈ വീഡിയോ പറഞ്ഞു വന്നപ്പോഴത്തേനും കുറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. അതായത് ഭർത്താവിന്റെ പഴയ കാമുകീനെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി. അതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം അതൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് സ്നേഹിച്ച ഭർത്താവിന്റെ കാമുകിയെ കുറിച്ചൊക്കെ കുറ്റമായിട്ട് ഇത് വന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി അത് വെക്കുക, പേഴ്സണലി പരിഹരിക്കുക. അല്ലാതെ വീഡിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാണ്, അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും ആളുകൾക്ക് ഡൗട്ട് തോന്നും. അതായത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴത്തേനും അതിന്റെ ഇടയ്ക്കോട്ട് വന്നിട്ട് കോമഡി പോലെ ഭർത്താവിന്റെ കാമുകി, പിന്നെ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള കാര്യം, ഈഗോ ആയിട്ടുള്ള കാര്യം, ഈ സ്കൂളുമായിട്ട് പറയുമ്പോഴത്തേനും അതുമായി ബന്ധപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇവര് പറയുന്ന വീഡിയോയിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴത്തേനും അതിന്റെ ഇടയ്ക്കൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുവാണെങ്കിൽ ആളുകൾ അത് വിശ്വസിക്കത്തില്ല. ഒരു കാര്യം പറയുമ്പോഴത്തേനും അതിനെക്കുറിച്ച് മാത്രം പറയുക, വേറുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ആ സ്കൂളിൽ സൗന്ദര്യത്തിനും ക്യൂട്ട്നെസ്സിനും ഒക്കെയാണ് പ്രാധാന്യം, അല്ലാതെ എഡ്യൂക്കേഷനോ കഴിവിനോ ഒന്നും അല്ലെന്ന്. സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ നമ്മളോട് പറയണം അമ്മ ചേർക്കണം. ഒരു വർഷത്തേക്ക് 7,000 രൂപ വെച്ച് ഫീസ് അടയ്ക്കുവാണ് നമ്മൾ. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, കളിച്ചോട്ടെ. സ്വിമ്മിംഗ് പൂൾ ഒരു പീരീഡ് പോയി വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. 3rd പ്രൈസ് വാങ്ങിച്ചോ അവൾ നീന്തൽ മത്സരത്തിൽ. നമ്മുടെ ഒന്നും കുഞ്ഞുങ്ങളുടെ പടം അവിടുത്തെ മാഗസീനിൽ വരത്തില്ല. കാരണം എന്താ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യൂട്ട്നെസ് കുറവാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ കൊള്ളത്തില്ല. സ്വിമ്മിംഗ് പൂളിൽ 7,000 രൂപ കൊടുത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പടം അവിടെ മാഗസീനിൽ വരത്തില്ല. പകരം സ്വിമ്മിംഗ് പഠിക്കാത്ത LKG UKG ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള 2-3 കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി വെക്കുക, ഫോട്ടോ എടുക്കുക, മാഗസീനിൽ ഇടുക. ഹോഴ്സ് റൈഡിംഗ് എന്ന് പറഞ്ഞ സ്കൂളിൽ ഉണ്ട്, കുതിര 5,000-7,000 രൂപ മേടിക്കുന്നു. പക്ഷെ ആ ഹോഴ്സ് റൈഡിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കുതിരപ്പുറത്ത് കയറ്റി ഫോട്ടോ എടുത്ത് മാഗസീനിലും ഫ്ലെക്സിലും അടിക്കത്തില്ല. അതും ക്ലാസ്സിൽ ഏതെങ്കിലും നല്ല കാണാൻ കൊള്ളാവുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കുതിരപ്പുറത്ത് കയറ്റി വെക്കുന്നു, അവരുടെ ഫോട്ടോ എടുത്ത് മാഗസീനിൽ ഇടുന്നു. മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് വിജയിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഒന്നും മാഗസീനിൽ വരത്തില്ല. അതായത് മത്സരത്തിൽ പങ്കെടുത്തിട്ട് ജയിക്കുന്ന കുട്ടികൾക്ക് കാണാൻ കൊള്ളത്തില്ലെങ്കിൽ ആ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് വേറെ കുട്ടികളുടെ പടം വെച്ചിട്ട് അവരുടെ ഫോട്ടോ ഫേക്ക് ആയിട്ട് മാഗസീനിൽ വെക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, സീരിയസ് ആണ്. നമ്മൾ പൈസ കൊടുത്ത് അതോ ഞങ്ങൾ കർത്താവിന്റെ പാട്ടായതുകൊണ്ടാണോ ഡാൻസ് ചെയ്യാത്തതെന്ന്. ഇപ്പൊ ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ നിന്ന് വിളിച്ചു, ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും അനാഥരായി നിങ്ങൾ ഫുഡ് കൊടുക്കാൻ വരുമോ? അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നില്ല അവിടെ എത്ര മുസ്ലിംസ് ഉണ്ട്, എത്ര അമ്മമാരും അച്ഛന്മാരും മുസ്ലിം ഉണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നത് അവിടെ എത്ര പേരുണ്ട്, എത്ര പേർക്കാണ് ഫുഡ് കൊണ്ടുവരേണ്ടതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് അവിടെ മതമില്ല. കുഞ്ഞിനോട് പറയുവാണ് എന്താ ചോറ് ഇന്നത്തെ, മോനോട് പറയാൻ നോമ്പാ ടീച്ചറെ. നീ നോമ്പ് പിടിച്ചിട്ട് എന്താ കാര്യം, നിന്റെയൊക്കെ സ്വഭാവം ആദ്യം നന്നാക്കുക, അല്ലാതെ നീ ഒന്ന് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. മതം എല്ലായിടത്തും പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. സത്യം പറയുവാണെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരത്തില്ല മനുഷ്യനെ രക്ഷിക്കാനായിട്ട്, മനുഷ്യൻ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഈ മതം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. സുനാമി വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്ത് എവിടെ പോയി മതമൊക്കെ? ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പോയപ്പോഴത്തേനും ഹിന്ദുക്കൾ പോകുന്നിടത്ത് ഞാൻ പോകത്തില്ലെന്ന് മുസ്ലിം പറഞ്ഞോ, ക്രിസ്ത്യൻസ് പറഞ്ഞോ? ഈ മതം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് രാഷ്ട്രീയക്കാർക്കാണ്. ആളുകളെ തമ്മിൽ അടുപ്പിക്കാം, അതിലൂടെ അവർക്ക് വോട്ട് കിട്ടും, ഭരണത്തിൽ വരാം, അതിലൂടെ അവർക്ക് നേട്ടമുണ്ട്. സത്യം പറയുവാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മതം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, പക്ഷെ അത് വെച്ചിട്ട് വില പേശരുത്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.